അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ഒറ്റ പ്രഭാഷണമേ കേട്ടിട്ടുള്ളൂ. ആ ഒരു വഴുത് കേട്ട പെണ്ണിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കണ്ടുപഠിക്കാൻ. എന്നാ ഇന്നത്തെ പെണ്ണുങ്ങളോ നിറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വഴുത്. നേരം വെളുത്ത പാതിരാത്രി 12 മണി വരെ ഏതെങ്കിലും ഉസ്താദിന്റെ വഴുത. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വല്ല മാറ്റം ഉണ്ടോ? ഇന്നലെ തന്നെ നിങ്ങൾ ആലോചിക്ക്. ഇന്നലെ രാവിലെ മോഹൻലാലിന്റെ ഏതോ ഒരു പുതിയ സിനിമയുടെ ടിക്കറ്റ് ഇറങ്ങി. ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ചാടി ഇറങ്ങുമ്പോ മാഷാ അല്ലാ എന്ന് പറഞ്ഞോണ്ടാ വരുന്നേ. മാഷാ അല്ലാ എന്ന് പറഞ്ഞോണ്ടാ വരുന്നത്. ടിക്കറ്റ് കിട്ടിയപ്പോ ഏത് റമദാൻ മാസത്തിൽ. നിങ്ങൾ ആലോചിച്ച് എവിടെ എത്തി നമ്മുടെ സമുദായം? നമ്മുടെ പെൺമക്കളെ ഇന്ന് കളിയാക്ക പർദ്ദയൊക്കെ ഇട്ടോണ്ടാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ അസ്തഗ്ഫിറുല്ലാ റമദാൻ വന്നു നന്നായിക്കോ കളിയാക്ക അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒറ്റ വഴുത് കെട്ട പെണ്ണാണ് ആ പെണ്ണ്. ആരാണ് ആ പെണ്ണ്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് കണ്ടുപഠിക്കാൻ അല്ല പറഞ്ഞ പെണ്ണ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ ആസിയ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുത